അങ്ങനെ ഒരു ഹജ്ജ് കാലം കൂടി പൂർത്തിയായി. പക്ഷേ മലയാളികളോട് ചിലത് പറയാൻ ബാക്കി വെച്ചാണ് ഈ ഹജ്ജ് കാലവും പൂർത്തിയാകുന്നത്. മുമ്പും ഇതേ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കൊന്ന് നടക്കാൻ പോലുമാകാത്ത ഉമ്മമാരെ ഹജ്ജിനായി പറഞ്ഞയക്കുന്നവരോടാണ്. അവരനുഭവിച്ച പ്രയാസങ്ങൾ നിങ്ങളോടവർ മക്കയിൽ നിന്നും പങ്കുവെക്കുകയാണ്. ഒപ്പം മക്കയിലെ സന്നദ്ധ പ്രവർത്തകർക്കും ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ വർഷമെങ്കിലും ഉമ്മമാരെ ഹജ്ജിനായി പറഞ്ഞയക്കുന്നവർ ഇക്കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ എത്തുന്നവരിൽ ഏറ്റവും സജീവമായ കാറ്റഗറിയിൽ ഒന്നാണ് മഹ്റമില്ലാതെ വരാവുന്ന കാറ്റഗറി. അതായത് ഭർത്താവോ പുരുഷനായ ഏറ്റവും അടുത്ത ബന്ധുവോ ഇല്ലാതെയുള്ള ഹജ്ജ് യാത്ര. ഇത് ഏറ്റവുമധികം ഉപയോഗപ്പെടുത്തിയതും കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നു. ഈ കാറ്റഗറിയിൽ എത്തുന്ന സ്ത്രീകൾക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ പ്രത്യേകം വനിതാ ഉദ്യോഗസ്ഥർ ഗൈഡായി ഉണ്ടാകും. മഹറമില്ലാതെ എത്തുന്നവർക്ക് ഹജ്ജിന്റെ ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമാണ് താമസം. വനിതകളാണ് അവരുടെ എല്ലാ സഹായത്തിനും എല്ലായിടത്തും ഉണ്ടാവുക. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആ വിഭാഗത്തിലെത്തിയവർ തന്നെ അത് പറയും. വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നും പേടിക്കാനില്ല. എല്ലാം സുഖമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഭക്ഷണത്തിനാണെങ്കിലും വേറെ എങ്ങോട്ടും പോകാനാണെങ്കിലും ഒന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രശ്നം ഇവിടെയല്ല. ഏതാണ്ട് മെച്ചപ്പെട്ട ആരോഗ്യമൊക്കെയുള്ള ഒരു ദിവസം 4-5 കിലോമീറ്ററൊക്കെ നിർത്താതെ നടക്കാൻ കഴിയുന്നവർക്ക് എല്ലാം സൗകര്യപ്രദമാണ്. പക്ഷെ പ്രായമേറിയവരുടെ സ്ഥിതി അതല്ല. പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒറ്റയ്ക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രായമുള്ള ആളുകളെ കൂടെ എന്തായിട്ടും ആരെങ്കിലും ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെ. അധികം പ്രായമുള്ള ആളുകൾക്ക് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറേ നല്ല ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ പ്രായമുള്ള ആളുകളെ കൂടെ മക്കളോ ആരെങ്കിലും ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യം. എക്സസൈസ് എല്ലാവരെയും കൂടെ നോക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അങ്ങനെ. ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്നവരെല്ലാം കഴിയും വിധം ആരോഗ്യത്തോടെ ഹജ്ജ് പൂർത്തിയാക്കിയവരാണ്. ഇതിൽ സംസാരിക്കാത്തവരുണ്ട്. അവരുടെ കഥയാണ് ഇവിടെ സംസാരിക്കുന്നവർ പറയുന്നത്. മറ്റുള്ളവരുടെ കഥയിലേക്ക് പോകാത്തത് അത് കേൾക്കുമ്പോൾ മക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന പ്രയാസമോർത്താണ്. ഹജ്ജ് പോലും പൂർണ്ണമായോ എന്ന് സംശയിക്കുന്ന ഉമ്മമാർ ഈ വിഭാഗത്തിലുണ്ട്. അവരുടെയൊന്നും വാക്കുകൾ ഇവിടെ കേൾപ്പിക്കുന്നില്ല. പകരം ഇനി ഉമ്മമാരെ ഹജ്ജിനായി പറഞ്ഞയക്കാൻ ഒരുങ്ങുന്നവരോടാണ് പറയാനുള്ളതെല്ലാം. കേരളത്തിലെ ഒരു ശരാശരി വീട്ടമ്മക്ക് അല്ലെങ്കിൽ ഉമ്മമാരുടെ പ്രായമുള്ളവരിൽ ഹജ്ജിനെത്തുന്നത് ഭൂരിഭാഗവും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവർക്ക് ഒറ്റയ്ക്ക് ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഗൈഡുമാർക്ക് ഒരു ഗ്രൂപ്പിന്റെ ചുമതലയാണ് ഉണ്ടാവുക. അവർക്കൊറ്റയ്ക്ക് ഓരോരുത്തരുടെയും പ്രശ്നം പരിഹരിക്കാനും കഴിയില്ല. 62 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. ആണുങ്ങളില്ലാതെ നന്നല്ല നമ്മൾ. അപ്പം അങ്ങനത്തെ വലിയ ശ്രദ്ധകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളതായ മുടുക്കിന് അങ്ങനെ പോവുക ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും വരുന്ന പോലെ ശ്രദ്ധിച്ചോട്ടെ. ഇനിയിപ്പോൾ വെറുത്ത് തുടങ്ങാനായല്ലോ, ഒരു 5-6 മാസം കഴിഞ്ഞാൽ അവർക്കെങ്കിലും നമ്മളെ അനുഭവം ഇല്ല. ഞാൻ മതി കിടക്കുന്നതും ഭക്ഷണത്തിനും ഇതിനൊന്നും വെള്ളത്തിനൊന്നും ഇന്ന് വരെ ബുദ്ധിമുട്ടി. നാളത്തെ നമുക്ക് പറയാൻ പറ്റൂല. ഇനി അടുത്ത ഇതിൽ വരുന്നവർക്കെങ്കിലും ശ്രദ്ധ ഉണ്ടാവട്ടെ. അവർക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ യാത്ര പോക്ക് തന്നെ യാത്രേൻ്റെതാണ്. ക്ഷീണിച്ച് പോവുക. രാത്രിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവർക്കും ക്ഷീണം ബാധിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത് എല്ലാവരും. പല ഉമ്മമാർക്കും ഇത്തവണ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ നേരാവണ്ണം ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എല്ലാവരും അറഫയിലെത്തി. ഹജ്ജു ലഭിക്കാൻ അതു മതി. പക്ഷേ ഭൗതികമായി വെള്ളം, ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എല്ലാവരും ഹാപ്പി. ഭക്ഷണത്തിന് മാഷാഅല്ലാ ഒരു ബുദ്ധിമുട്ടില്ല, ഒക്കെ റാഹത്താ എല്ലാ ടൈമും. പക്ഷേ അറഫ കഴിഞ്ഞാണ് ശരീരം മുടയുന്ന യാത്രകൾ. ഹജ്ജ് കർമ്മങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെ നടന്നു തീർക്കണം. അനുബന്ധ കർമ്മങ്ങളിലേക്ക് കടന്നതോടെ പലരും തളർന്നു. നാട്ടിൽ നിൽക്കുമ്പോൾ സുരക്ഷിതത്വം കരുതി തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് ബസ്സിന് ഉമ്മമാരെ വിടാത്തവരാണ് ഭൂരിഭാഗം പേരും. മക്കയിൽ പക്ഷേ ഹറമിൽ പോകാൻ തന്നെ 2 ബസ് കയറണം. കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ
കിലോമീറ്ററുകൾ താണ്ടണം. ഹജ്ജിന് വരുമ്പോൾ കൂടെ ആരെങ്കിലും സഹായത്തിന് വേണ്ടേ എന്ന് ചോദിച്ചാൽ ഹജ്ജ് കഴിഞ്ഞ ഉമ്മമാർ ഇങ്ങനെ പറയും: വേണം, നിർബന്ധ. അത് ഇതന്ന് ഈ പ്രാവശ്യം കണ്ടു പഠിച്ച് നമ്മൾ. കാരണം മരണങ്ങൾ തന്നെ അവിടെ 2-3 നടന്നിട്ടുണ്ട്. പക്ഷേ കയ്യിൽ നിന്നില്ല, ആഫ്യത്തില്ല മോനെ. 60 വയസ്സ് കഴിഞ്ഞവരല്ല എല്ലാവരും. അപ്പം ഇനി വരുന്ന തലമുറ കുറച്ചും കൂടി അതായത് എന്താണ് ആരോഗ്യമുള്ളവർ വരണം. എന്തായാലും കൂടെ ഒരാൾ നിർബന്ധം. 60 വയസ്സായവരുടെ കൂടെ ഒരാൾ നിർബന്ധം. ആരോഗ്യമില്ലാതെ ആരും വരണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യമില്ലാതെ ആരും വരണ്ട. മാഷാഅല്ലാ, പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല മോനെ. നല്ല സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ ഇത് ചെയ്തു പോകണം. ഇപ്പോഴാണ് അതൊക്കെ പഠിച്ചത്. കാരണം ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ കണ്ട് 60 വയസ്സ് കഴിഞ്ഞവരുടെ സ്ഥിതി. അറഫ കഴിഞ്ഞ ഹാജിമാർ ജംറയിലേക്ക് വരുന്ന കാഴ്ചയാണിത്. ഈ ദിനം എല്ലാ കർമ്മങ്ങളും തീരുമ്പോൾ ശരാശരി 15 കിലോമീറ്ററെങ്കിലും ദൂരം ഒരു ഹാജി സഞ്ചരിച്ചിരിക്കും. ഇതിനിടെ അവശരാകുന്നവർ പിറകിലാകും. അവർക്ക് വഴി തെറ്റും. അരമണിക്കൂർ കൊണ്ട് നടന്നെത്തേണ്ട ദൂരം 10 മണിക്കൂറോളം എടുത്തവരുണ്ട്. കൂട്ടിന് സഹായത്തിന് ആളുണ്ടെങ്കിലും അവർക്കും മുഴുസമയവും ഇവരെ സേവിക്കാൻ കഴിയില്ല. മുട്ടുവേദന മുതൽ ശാരീരിക പ്രയാസമുള്ളവർ, അവർക്ക് കൂട്ടിനൊരാൾ തന്നെ വേണം. അത് മകനോ മകളോ ആരോഗ്യമുള്ള അടുത്ത ബന്ധുവോ ആരെങ്കിലും വേണം. അതില്ലാതെ വയ്യാത്ത ഉമ്മമാരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഹജ്ജിന് പണം കളയരുത്. കൂടെ ആൾ നല്ല അറിവുള്ള ആളും ആരോഗ്യമുള്ള ആൾക്കാരും കൂടെ വേണം. നമ്മൾ കുറേ വഴിയൊക്കെ തെറ്റിയിട്ടുണ്ട്. ചെമ്പേന്ന് കല്ലെറിഞ്ഞ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം വഴി തെറ്റി, പിന്നെയും ഓരോ സ്ഥലം ബ്ലോക്കായി, പിന്നെ അങ്ങോട്ട് തിരിക്കും. പിന്നെ എത്രയോ കിലോമീറ്റർ നമ്മൾ വഴി തെറ്റി നടന്നിട്ടുണ്ട് ആ ജംറയിൽ ഫസ്റ്റ് കല്ലെറിഞ്ഞ് വരുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. എല്ലാവരും കൂടി ഒന്നായിട്ട് വരാനും SHIമാർക്ക് നോക്കാനും കഴിയില്ല. ഓരോരുത്തർ കല്ലെറിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ പോലീസുകാരും കൊണ്ട് മാറ്റുകയാണ്. നമുക്ക് നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ ആർമീൻ്റെ അവിടെ. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കാത്തു നിൽക്കുമ്പോൾ സമ്മതിക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ വിടാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് കൈകോർത്ത് ഇങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് കുറേ പോലീസുകാരോടെയൊക്കെ ചോദിച്ചിട്ട് ഇത് കാണിച്ചെടുത്തിട്ട് മാപ്പ് കാണിച്ചെടുത്തിട്ടൊക്കെ കുറേ എത്രയോ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത്. കുറേ കിലോമീറ്റർ നമ്മൾ വെറുതെ നടന്നിട്ടുണ്ട്. ഹജ്ജ് സേവനത്തിലുള്ളവരും ഇക്കാര്യം പലവട്ടം കണ്ടതാണ്. സത്യത്തിൽ ഞാൻ പറയാം, പലർക്കും ഒരു പക്ഷേ ഇഷ്ടപ്പെടില്ല. ഞാൻ പറയാം, മുഹറമില്ലാതെ സ്ത്രീകൾ മാത്രം ഹജ്ജിന് വരരുത് എന്നാണ് പറയാം. കാരണം ഈ 65 വയസ്സിന് മുകളില്ല, 70 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സ് വരെയുള്ള ഉമ്മമാരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഹജ്ജിന് പറഞ്ഞേക്കാം. കൂടെ ആരുമില്ല, ബന്ധത്തിൽപ്പെട്ട ആളുകളോ ആരുമില്ലാതെ എവിടെയോ ഉള്ള 4 സ്ത്രീകളെ ഒരു കവറിലാക്കി കയറ്റി വിടുന്നൊരു സാഹചര്യമുണ്ട്. സത്യത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലത്. ഇവിടെ വന്നിട്ട് അവർക്ക് മാന്യമായി ഒന്ന് ഹറമിൽ പോകാൻ, ഒരു ഉംറ നിർവഹിക്കാൻ, തവാഫ് സൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ഒരു വൃത്തിക്ക് ചെയ്യാൻ പറ്റാതെ, മാന്യമായി ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞ് ആരെങ്കിലും പരസഹായത്തിന് വിളിച്ച് പ്രയാസപ്പെടുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. സത്യം നമ്മൾ കാണുമ്പോൾ സങ്കടം വരും. അതായത് 4.5 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ചിലവാക്കി ഇവിടെ ഹജ്ജിന് വന്ന് അതിൻ്റെ കർമ്മങ്ങൾ ഒരു ഭംഗിയായി അതിൻ്റെ വളരെ വ്യക്തതയോടുകൂടി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, ഈ 75 വയസ്സിന് മുകളിൽ നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ പറഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നടക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും. ഹജ്ജിൻ്റെ ദിവസം എന്തായാലും നമ്മൾ ഒരു 8, 10, 12 കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരുന്നുള്ളത് വളരെ ഒരു വ്യക്തമായ സത്യമാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ സൗദി ഗവൺമെൻറ് ഒരുക്കിയാലും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയാലും ഹജ്ജ് ഒരു ത്യാഗം തന്നെയാണ്. അത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ആ ത്യാഗം ഉണ്ടായതുകൊണ്ട് തന്നെയല്ലോ അള്ളാഹു താല ഹജ്ജ് ചെയ്തവന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയാസം ഉണ്ടാവും. അത് കഴിയില്ല. നമ്മളെ അമ്മാനെ നമ്മൾ 1 കിലോമീറ്റർ നടത്തുന്നത്, അല്ലെങ്കിൽ 100 മീറ്ററോ 500 മീറ്ററോ നമ്മൾ നടത്തുമോ? ഇല്ല. പണമുള്ളവർക്ക് മാത്രമല്ല ഹജ്ജ് നിർബന്ധം, ആരോഗ്യമുള്ളവർക്ക് കൂടിയുള്ളതാണ്. അതിന് ഉമ്മമാരെ സഹായിക്കാനാകാത്തവർ ഇങ്ങനെ ചെയ്യരുത്. അത് ഓർമ്മപ്പെടുത്തുകയാണ് വർഷങ്ങളായി ഈ മേഖലയിൽ മക്കയിലെത്തുന്ന ഹാജിമാർക്കായി 2 മാസത്തോളം സേവനത്തിലേക്ക് ഇറങ്ങുന്ന സന്നദ്ധ സേവകരെ നയിക്കുന്നവർ. അതെ, അതിപ്പോൾ നമ്മൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ മലേഷ്യ ഒക്കെ ചെറുപ്പക്കാരാണ് ഹജ്ജിന് വരാറ്. എനിക്ക് പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാർ നമുക്കറിയാം 70 വയസ്സ് കഴിഞ്ഞ് 75 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഹജ്ജിന് വരുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജിന് പുറപ്പെടണം. അതിനുള്ള സാഹചര്യം, ആരോഗ്യവും അതിന് മുമ്പ് തന്നെ വരണം. പക്ഷേ ഞാനിപ്പോൾ ഒരു മനുഷ്യൻ അവനവൻ്റെ തിരക്കുകളും ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ സാമ്പത്തികമായി ഭദ്രത ഉള്ള ഒരാൾ, ആരോഗ്യമുള്ള ഒരാൾ നിർബന്ധമായും ആ സമയത്ത് ഹജ്ജിന് വരണമെന്നാണ് എനിക്ക് വിനയത്തോടു കൂടി പറയാനുള്ളത്. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്,
ഇന്ന് മക്കയും കാബയും അകലെയല്ല. 5-6 മണിക്കൂർ താണ്ടിയാൽ ഹറമിൻ്റെ തണുപ്പിലെത്താം. അത് നല്ല പ്രായത്തിലാകണം. നോൺ മഹറമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ വേറൊരു ടൗണിലേക്ക് വരെ നമ്മൾ ചിലപ്പം ഒറ്റയ്ക്ക് പോകാത്ത ആൾക്കാരെയാണ് നമ്മൾ ഹജ്ജിന് വരുമ്പോൾ എന്താണ് ഒറ്റയ്ക്ക് പറഞ്ഞേക്കുന്നത്. അത് കൂടെയുള്ള ആൾക്കാരെ, അതായത് ഗ്രൂപ്പിലുള്ള മറ്റാൾക്കാർ സഹായിക്കുമെന്നുള്ള പരിഗണനയിലാണ്, അല്ല ആ ഒരു വിചാരത്തിലാണ് നമ്മൾ അയക്കുന്നത്. പക്ഷേ ഇവിടെ ജനസാഗരത്തിനിടയിൽ നമുക്ക് മിക്കവാറും മിസ്സിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിത്തൗട്ട് മഹറം അയക്കുന്നതിന് പകരം ഒന്നുകിൽ മക്കൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ വേറെ വളരെ അടുത്ത ആളുകൾ ഒരുമിച്ച് ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു സംഗതിയായിട്ട് എനിക്ക് ഈ ഒരു വളണ്ടിയർ സർവീസിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹജ്ജിലേക്കുള്ള ദൂരവും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഉമ്മമാരുടെ പ്രായം 40, 50, 60 എന്നൊന്നും വെച്ചല്ല ഹജ്ജിന് അയക്കേണ്ടത്. 50 നടക്കാൻ കഴിയാത്തവരുണ്ടാകാം, 60 എല്ലാം കഴിയുന്നവരുമുണ്ടാകാം. അതുകൊണ്ട് ഉമ്മമാരെ ഹജ്ജിനയക്കാൻ ആലോചിക്കുന്നവർക്ക് അവർക്ക് ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ എളുപ്പവഴി പറയാം. ഉമ്മമാർക്ക് നേരാവണ്ണം ഒറ്റ നടത്തത്തിൽ 10 കിലോമീറ്റർ താണ്ടുവാനുള്ള ആരോഗ്യം വേണം. മിനായിലെ റെയിൽവേയിലേക്കുള്ള 100ലേറെ സ്റ്റെപ്പുകൾ കയറാൻ കഴിയുന്നവരാകണം. വന്ന വഴി ഓർക്കാൻ ശേഷിയുണ്ടാകണം. നട്ടുച്ച വെയിലൊക്കെ അരമണിക്കൂറെങ്കിലും താങ്ങാൻ കഴിയുന്നവരാകണം. വാഷ്റൂമിന് മുന്നിലൊക്കെ അരമണിക്കൂറെങ്കിലും കാത്തിരിക്കാൻ ശേഷിയുള്ളവരാകണം. ഇതെല്ലാം സാധിക്കുന്നവർക്ക് ധൈര്യസമേതം ഉമ്മമാരെ ഹജ്ജിന് പറഞ്ഞേക്കാം. അല്ലാത്തവരുടെ കൂടെ അവരെ താങ്ങാൻ സാധിക്കുന്ന, കർമ്മങ്ങളിൽ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ തുണയായി തന്നെ വേണം. എല്ലാം കഴിഞ്ഞ് ചെയ്യാനുള്ളതല്ല ഹജ്ജ്. നല്ല പ്രായത്തിൽ നന്നായി ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരുക്കമാണത്.